ജമാൽ മുഹമ്മദ് വഖഫ് ബോർഡിന്റെ മുൻ സിഇഒ ആണ്. അദ്ദേഹം നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ജമാൽ മുഹമ്മദ്, ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ മുനമ്പത്തുള്ളവർക്കല്ല നോട്ടീസ് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇതിൽ ഇപ്പോൾ മുനമ്പത്ത് വലിയ തരത്തിലുള്ള സമരം നടക്കുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികളെ കുടിയിറക്കുന്നു എന്നതാണ് പ്രധാനമായിട്ടുള്ള പ്രശ്നം. അപ്പോൾ ഇത്തരത്തിലൊരു നോട്ടീസ് അയക്കാനുള്ള സാഹചര്യം എന്താണ്? ശരിക്കും മത്സ്യത്തൊഴിലാളികൾക്ക് നോട്ടീസ് ലഭിച്ചിട്ടുണ്ടോ? നോട്ടീസ് അയക്കാനുള്ള സാഹചര്യം ഞാൻ ആദ്യം വിശദമാക്കാം. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2022 നോട്ടീസുകൾ അയച്ചിട്ടുള്ളത്. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നിസാർ കമ്മീഷൻ നടപ്പിലാക്കിയില്ല എന്ന് പറഞ്ഞ് അവസാനം വേട്ടയാടലിന്റെ ഭാഗമായിട്ട് ആ വിഷയത്തിൽ കൂടി എന്നെ കയറി പിടിക്കും എന്ന നില വന്നപ്പോൾ ഇന്നതിനു മുമ്പ് ഏതാനും പേർക്ക് നോട്ടീസ് അയച്ചിരുന്ന ഒരു 12 പേർക്ക് നോട്ടീസ് അയച്ചതായിട്ടാണ് എനിക്ക് ഓർമ്മ. ആ നോട്ടീസിൽ അയച്ച ആളുകൾ ഈ പറഞ്ഞ പോലെ പാവപ്പെട്ട കർഷകരോ അല്ലെങ്കിൽ താമസക്കാരോ ഒന്നുമല്ല. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പോളക്കുളം ഗ്രൂപ്പ് അടക്കം ഏതോ ഒരു ഉത്തരേന്ത്യൻ പേരുള്ള തേജ്പാൽ അടക്കം അവരുടെയൊക്കെ അഡ്രസ്സ് പാലാരിവട്ടത്തും എടപ്പള്ളിയും പറവൂരും ഒക്കെയാണ്. മുനമ്പം നിവാസികൾക്ക് നോട്ടീസ് അയച്ചിട്ടില്ല. അതെനിക്ക് വ്യക്തമായിട്ട് ഓർമ്മയുണ്ട്. ഏകദേശം 12 പേർക്കാണ് നോട്ടീസ് അയച്ചത്. അതൊരു പ്രാഥമിക നോട്ടീസ് മാത്രമാണ്, ഒരു സ്റ്റാറ്റ്യൂട്ടറി നോട്ടീസാണ്. ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ഇങ്ങനെ പരാതിയുണ്ട്, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന അവസരം ചോദിച്ചുകൊണ്ടുള്ള ഒരു നോട്ടീസാണ് ആ പോയിട്ടുള്ളത്. ഞാൻ ഇപ്പോൾ മനസ്സിലാക്കിയത് നിലവിലുള്ള സിഇഒ ആ നോട്ടീസിൽ ഉൾപ്പെട്ട 2 പേർക്ക് എതിരെ നടപടി സ്വീകരിക്കുകയും നടപടിക്രമം പൂർത്തിയാക്കുകയും അവരുടെ കൈവശമുള്ള ഭൂമി അനധികൃതമാണ് കണ്ടെത്തുകയും അത് തിരിച്ചു പിടിക്കാൻ നടപടി സ്വീകരിച്ച് ഗസറ്റ് പബ്ലിക്കേഷൻ നടത്തുകയും ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ജില്ലാ ഭരണകൂടത്തിന് നിർദ്ദേശം നൽകിയതായിട്ട് അറിയുന്നു അത് തിരിച്ചു പിടിക്കാൻ. ഈ 12 പേരുടെ കാര്യത്തിൽ പറയാനുള്ളത്, മറ്റാർക്കും തന്നെ നോട്ടീസ് വിട്ടിട്ടില്ല. എന്നാൽ ഈ 12 പേരിൽ അവിടുത്തെ മുനമ്പം പ്രദേശത്തെ പാവപ്പെട്ടവരെ എന്ന് അവകാശപ്പെടാൻ ആർക്കും സാധിക്കില്ല. ശ്രീ ജമാൽ, താങ്കൾ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ ഈ നോട്ടീസ് ലഭിച്ചത് മുനമ്പത്തുള്ള ആളുകൾക്ക് അല്ല എന്നാണോ, അതോ മുനമ്പത്തുള്ളവർ തന്നെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്കല്ല മറ്റുള്ളവർക്കാണ് എന്നുള്ളതാണോ? എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? തീർച്ചയായിട്ടും മുനമ്പത്തുള്ളവരല്ല. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അത്യാവശ്യം വേണമെങ്കിൽ പറയാം ഹതഭാഗ്യരായ പണക്കാരെന്ന് പറയാം. അല്ലാതെ പാവപ്പെട്ടവർക്കല്ല നോട്ടീസ് അയച്ചിട്ടുള്ളത്. അതിൽ ഒരു ഗ്രൂപ്പ് എനിക്ക് ഓർമ്മയുണ്ട്, പോളക്കുളം എന്ന ഗ്രൂപ്പിനാണ് നോട്ടീസ് പോയിട്ടുള്ളത്. അതുപോലെ മറ്റൊരാൾ തേജ്പാൽ എന്ന ഒരു ഉത്തരേന്ത്യൻ പേരുള്ള നാഗ്പാൽ അല്ലെങ്കിൽ തേജ്പാൽ എന്നുള്ള പേരുള്ള ഒരാളാണ്. ആളുകൾക്കാണ് നോട്ടീസ് പോയിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാം, ഈ നികുതി സ്വീകരിക്കരുത് എന്ന നിർദ്ദേശം കൊടുത്തിരുന്നു. ആ നിർദ്ദേശം പിൻവലിക്കാൻ അന്ന് വഖഫ് മന്ത്രിയുടെ ഭാഗത്തു നിന്നും സമ്മർദ്ദമുണ്ടായിരുന്നു. ഞാൻ അതിന് തയ്യാറല്ലായിരുന്നു. പിന്നീട് മന്ത്രിതല ഇടപെടലിലൂടെ നികുതി സ്വീകരിക്കാൻ നിർദ്ദേശം കൊടുത്തു. അതിനെതിരെ സ്റ്റേ വാങ്ങിയ സംരക്ഷണ വേദി എന്ന് അവകാശപ്പെടുന്ന ആള്, അത് ഈ മന്ത്രിയുടെ അടുത്ത ആളാണ്, വളരെ അടുത്ത സുഹൃത്താണ്. അവരുടെ ഒരു നാടകമാണ് നികുതി സ്വീകരിക്കാൻ അനുമതി കൊടുത്തതും അത് സ്റ്റേ ചെയ്യാൻ കോടതിയിൽ പോയതും അവർ തമ്മിലുള്ള ഒരു കള്ളൻ പോലീസും കളിയാണ്. ശ്രീ ജമാൽ, ഈ പ്രദേശം, അതായത് ഗിഫ്റ്റ് ഡീഡാണോ അതോ വഖഫ് ഭൂമിയാണോ എന്നത് സംബന്ധിച്ചാണ് ഒരു തർക്കം. അപ്പോൾ എങ്ങനെയാണ് വഖഫ് ഭൂമിയാണ് എന്നുള്ളത് ഒരു പ്രത്യേക പ്രദേശത്തിനെ കണ്ടെത്തുന്നത്? ഭൂമി ആണ് എന്ന് കണ്ടെത്തിയിട്ടുള്ള നിസാർ കമ്മീഷനാണ്. കമ്മീഷൻസ് ഓഫ് എൻക്വയറി ആക്ട് പ്രകാരം ഇടതുപക്ഷ സർക്കാർ പാലോളി മുഹമ്മദ് കുട്ടി വഖഫ് മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ രൂപീകരിച്ച നിസാർ കമ്മീഷന്റെ ശുപാർശയാണ് അന്നത്തെ അച്യുതാനന്ദ മന്ത്രിസഭയുടെ ക്യാബിനറ്റ് 2010 മെയ് 5 അംഗീകരിച്ച് വഖഫ് ആക്ടിലെ 97 വകുപ്പ് പ്രകാരം ബോർഡിന് നിർദ്ദേശം നൽകി തിരിച്ചു പിടിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന്. ആ നിർദ്ദേശം 97 വകുപ്പ് വായിച്ചാൽ നിങ്ങൾക്കറിയാം, സർക്കാർ അങ്ങനെ ഒരു നിർദ്ദേശം നൽകിയാൽ, സംസ്ഥാന സർക്കാർ അങ്ങനെ ഒരു നിർദ്ദേശം നൽകിയാൽ ആ നിർദ്ദേശം നടപ്പിലാക്കാൻ അല്ലാതെ ബോർഡിന് നിവൃത്തിയില്ലായിരുന്നു. എന്നിട്ട് പോലും ബോർഡ് തുടർന്നു വന്ന സർക്കാരിന്റെ കാലത്ത് ബോർഡ് അതിൽ അന്വേഷണ വിചാരണ നടത്തി, വളരെ ദീർഘമായ വിചാരണ നടത്തി ഇങ്ങനെ ഒരു ഉത്തരവിട്ടത്. അപ്പോൾ സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇത് വഖഫ് ഭൂമിയാണെന്ന സർക്കാരിന്റെ കണ്ടെത്തലിലൂടെ ബോർഡ് ആ തീരുമാനം നടപ്പിലാക്കിയിട്ടുള്ളത്
ആ തീരുമാനം നടപ്പിലാക്കാൻ 2013 ഒരു പൊതു താല്പര്യ ഹർജി ഇതേ പറഞ്ഞ സംരക്ഷണ വേദി എന്ന് അവകാശപ്പെടുന്നവർ നൽകുകയും അതിൽ 2016 ഹൈക്കോടതി നിർദ്ദേശം നൽകുകയും ചെയ്യൂ അന്വേഷണ കമ്മീഷന്റെ ശുപാർശകൾ നടപ്പിലാക്കണമെന്ന്. അപ്പൊ നിവൃത്തിയില്ല. ഒരു ഭാഗത്ത് സർക്കാർ വേട്ടയാടാൻ നിൽക്കുന്നു, ഒരു ഭാഗത്ത് കോടതിയുടെ ഉത്തരവ്. ഇതെല്ലാം കൊണ്ട് അന്ന് ബോർഡ് നോട്ടീസ് ഇഷ്യൂ ചെയ്തു. ബോർഡിന്റെ കാലത്ത് ആകെ 12 പേർക്ക് മാത്രമേ നോട്ടീസ് പോയിട്ടുള്ളൂ. ഞാൻ ഉറപ്പിച്ച് പറയാം, ഈ 12 പേരിൽ ആരും തന്നെ മുനമ്പം സ്വദേശികളല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൽ ലിസ്റ്റ് വില്ലേജ് ഓഫീസറിന് ലഭിച്ച ലിസ്റ്റിലെ ANB രജിസ്റ്ററിൽ ഉൾപ്പെട്ട ആളുകളുടെ ലിസ്റ്റ് പരിശോധിച്ചിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. പ്രാഥമികമായിട്ട് 12 പേർക്ക് നോട്ടീസ് പോയിട്ടുള്ളൂ. ആ നോട്ടീസിൽ ഉൾപ്പെട്ട 2 പേരുടെ കാര്യത്തിൽ നിലവിലുള്ള CEO ഉത്തരവ് പുറപ്പെടുവിച്ച് അത് അനധികൃതമാണെന്നും തിരിച്ചുപിടിക്കണമെന്നും ഉത്തരവ് പുറപ്പെടുവിച്ചിട്ട് ഗസറ്റ് പബ്ലിക്കേഷൻ നടത്തിയായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ശ്രീ ജമാൽ, ഇപ്പോൾ മുനമ്പത്ത് സമരം നടത്തുന്നത് മത്സ്യത്തൊഴിലാളികളാണ്. അവർക്ക് അവരുടെ പാർപ്പിടം നഷ്ടമാകുമോ എന്നുള്ള ഭയത്തിലാണ് അവർ ഇത്തരത്തിൽ സമരം നടത്തുന്നത്. അപ്പോൾ ഇക്കാര്യം അവരെ നേരിട്ട് അറിയിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഭാഗത്തു നിന്നും ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ലേ? ഞാനല്ല അറിയിക്കേണ്ടത്, സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ്. കാരണം ഈ വിഷയം 1950 മുതൽ 58 വർഷക്കാലം അല്ലെങ്കിൽ 59 വർഷക്കാലം ഇങ്ങനൊരു വിഷയം ഉണ്ടായിരുന്നില്ല. ഈ 58 വർഷത്തിനിടയിൽ അവിടെ പല തർക്കങ്ങളും ഫാറൂഖ് കോളേജുകാരും പ്രദേശത്തെ അനധികൃതമായി കയ്യേറിയവരെന്ന് അവകാശപ്പെടുന്നവരൊക്കെ ആയിട്ടുള്ള തർക്കമുണ്ടായിരുന്നു. ഈ വിഷയം കൊണ്ടുവന്നത് 2006-11 കാലഘട്ടത്തിലെ പാലോളി അച്യുതാനന്ദ സർക്കാരാണ്. ആ സർക്കാരാണ് ഇത് വഖഫാണെന്ന് കണ്ടെത്തിയിട്ടുള്ളത്. സർക്കാരാണ് ഇപ്പൊ നയം പ്രഖ്യാപിക്കേണ്ടത്. അവിടെ അത് വഖഫാണോ അല്ലേ എന്ന് ആദ്യം സർക്കാർ പറയട്ടെ. തുടർന്ന് 2011-16 ഘട്ടത്തിൽ സർക്കാർ നേരിട്ടല്ലാതെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ സംരക്ഷണ സമിതി എന്ന് അവകാശപ്പെടുന്ന ആളിനെ കൊണ്ട് കോടതിയിൽ അയക്കുകയാണ് ചെയ്തത്, ശുപാർശ നടപ്പിലാക്കണമെന്ന്. അതൊരു വേട്ടയാടലിന്റെ ഭാഗമായിരുന്നു. ആ വേട്ടയാടൽ കഴിഞ്ഞ് 2016-21 കാലഘട്ടത്തിലാണ് വീണ്ടും സർക്കാരിൽ നിന്ന് സമ്മർദ്ദമുണ്ടായത്. ഹൈക്കോടതി ഇടപെട്ടിരിക്കുകയാണ്. അന്വേഷണ കമ്മീഷൻ ശുപാർശ എന്തുകൊണ്ട് നടപ്പിലാക്കിയില്ല, നടപടി സ്വീകരിക്കും. 97-ാം വകുപ്പ് പ്രകാരം സർക്കാർ ബോർഡിന് നൽകിയ നിർദ്ദേശം നടപ്പിലാക്കാൻ അല്ലാതെ ബോർഡിന് മറ്റൊരു നിവൃത്തിയില്ല. 97-ാം വകുപ്പ് വഖഫ് ആക്ടിലെ 97-ാം വകുപ്പ് ഒന്ന് വായിച്ചു നോക്കണം. അപ്പൊ സർക്കാരാണ് മുനമ്പം പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളെ, പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കാനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടത്. ആയതിന് ആദ്യം ഇടതുപക്ഷ സർക്കാർ, നിലവിലുള്ള സർക്കാർ നയം വ്യക്തമാക്കണം, ഈ വസ്തു വഖഫാണോ അല്ലേ എന്നുള്ളത്. അല്ലാതെ ഇരട്ടത്താപ്പ് നടത്തി ഒരു ഭാഗത്ത് നികുതി എടുക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കുക, മറുഭാഗത്ത് ഒരു B ടീമിനെ കൊണ്ട് ഇതിനെതിരെ കോടതിയിൽ അയക്കുക, ഇത് ശരിയല്ല. എന്ന് മാത്രമല്ല, ഇതിനെ ഒരു വർഗീയവൽക്കരിക്കുന്ന അല്ലെങ്കിൽ 2 മതന്യൂനപക്ഷ വിഭാഗങ്ങളെ തമ്മിലടുപ്പിക്കുന്ന ഒരു നയം സ്വീകരിക്കുന്നത് ശരിയല്ല. എത്രയും വേഗം അത് സമൂഹത്തിന്റെ ഒരു ആവശ്യം കണക്കിലെടുത്ത് അതിന് വേണ്ട ഉചിതമായ നടപടികൾ സ്വീകരിക്കേണ്ടത് നിലവിലുള്ള സർക്കാരാണ്. ആ മത്സ്യത്തൊഴിലാളികളെ ബോധ്യപ്പെടുത്തേണ്ടത് സർക്കാരാണ്. ഈ വിഷയം കേരളത്തിന്റെ പതിവിന് വിപരീതമായ രീതിയിൽ ഒരു സംഘർഷത്തിലേക്ക് നയിച്ചു കൊണ്ടുപോയി 2 വിഭാഗങ്ങളെ തമ്മിലടുപ്പിക്കുന്ന ഈ നയം ശരിയല്ല. ശരി. ശ്രീ ജമാൽ മുഹമ്മദ്, വഖഫ് ബോർഡ് മുൻ CEO ജമാൽ മുഹമ്മദ് ആണ് പ്രതികരിച്ചത്.